എന്താ നന്നായിട്ട് എരിയുന്നുണ്ടോ? ഉണ്ടാവും, ഉണ്ടാവാതിരിക്കില്ലല്ലോ. നിങ്ങളുടെ കയ്യിൽ ഈ ചൂടുള്ള കോഫി വീണപ്പോ നിങ്ങൾക്ക് ഇത്ര അധികം എരിയുന്നുണ്ടെങ്കിൽ നിങ്ങളെപ്പോലൊരു ദുഷ്ടന്റെ കൈകൊണ്ട് പാവൻ ലക്ഷ്മിയുടെ കഴുത്ത് ഞെരിച്ചില്ലേ, അവൾക്ക് എന്തുമാത്രം വിഷമം ഉണ്ടാവൂന്ന് ഒരു തവണ ചിന്തിച്ചു നോക്ക്. പോലീസ് സ്റ്റേഷനിൽ ചാർജ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഒരു ഡ്രാമ കമ്പനി ഉണ്ടല്ലോ, അവിടെ പോയി ചേരുന്നതായിരിക്കും നല്ലത്. വെറുതെ വായി തോന്നുന്ന വിളിച്ചു പറഞ്ഞാൽ അടിച്ച് പല്ല് താഴെ ഇടുന്ന ഒരു പെണ്ണായി ഇരുന്നിട്ട് ഇതേപോലെ ഞാൻ തിരിച്ചു പറയുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് നന്നാവില്ല. നിങ്ങൾ ആത്മാർത്ഥതയോടെയും സത്യസന്ധതയോടെയും സംസാരിക്കും. മനസ്സിൽ ഇത്രയും പകയും വെച്ച് പുറമെ നല്ലവനായി അഭിനയിച്ച് ന്യായമില്ലാതെ സംസാരിക്കാതെ. ഏയ്, എന്താണ് നീ ഓവറായിട്ട് സംസാരിക്കുന്നത്? നിനക്കെന്താ ഭ്രാന്ത് പിടിച്ചോ? ഇന്നെന്താ നീ ഇങ്ങനെ പെരുമാറുന്നേ? ഇന്ന് നിങ്ങൾക്ക് എന്റെ പെരുമാറ്റത്തിൽ ഒരു വ്യത്യാസം തോന്നിയേക്കാം, പക്ഷെ നിങ്ങൾ ഇപ്പോഴും അഭിനയിച്ചോണ്ടിരിക്കുകയല്ലേ. എന്റെ ചേച്ചി അമ്മായിയുടെ വീട്ടിലെ ദ്രോഹം സഹിക്കാനാവാതെ, ആ വീട്ടുകാരുടെ ടോർച്ചറിങ് താങ്ങാനാവാതെ, അവര് കൊടുത്ത അടിയും വേദനയും എല്ലാം സഹിച്ച് അവസാനം സ്വന്തം ജീവൻ തന്നെ നഷ്ടപ്പെടുത്തി. എന്നാ നിങ്ങള് ഉയർന്ന പഠിപ്പ് പഠിക്കാൻ പറ്റാത്തതുകൊണ്ട് ആത്മഹത്യ ചെയ്തതാണെന്ന് പറഞ്ഞ് കേസിന്റെ വഴി തിരിച്ച് വിട്ടുവല്ലേ? എന്റെ ചേച്ചിയുടെ ആത്മാവിന് സമാധാനം നൽകാത്ത നിങ്ങള് ഒരു പാവം നല്ല മനസ്സുള്ള ലക്ഷ്മിയെ കൂടി ദ്രോഹിക്കാനായിട്ട് നോക്കുവാണല്ലേ? ഗുഡ്, വെരി ഗുഡ്. ഗായത്രിയുടെ കേസിനെ കുറിച്ച് ഇന്നല്ലെങ്കിൽ നാളെ ആരെങ്കിലും അറിയുമെന്ന് ഞാൻ വിചാരിച്ചതാ. പക്ഷേ എന്റെ ക്യാരക്ടറിനെ കുറിച്ച് മനസ്സിലാക്കാൻ നീ കുറച്ചു നാൾ എടുക്കുമെന്നാ ഞാൻ കരുതിയേ. പക്ഷെ നീ പെട്ടെന്ന് കണ്ടുപിടിച്ചു കളഞ്ഞു. ഗുഡ്. നിങ്ങളെപ്പോലെ ഒരുത്തൻ ലക്ഷ്മിക്ക് ഭർത്താവായി വരാൻ പാടില്ല. അവൾക്ക് അന്യായം സംഭവിക്കരുത്. നിങ്ങൾ ഒരിക്കലും അവളെ കല്യാണം കഴിക്കരുത്. നിങ്ങൾ ആരാണെന്ന് എല്ലാരും അറിയണം. നോക്ക് ശിവാനി, എന്നെ പറ്റി നീ മനസ്സിലാക്കിയിട്ടും ഗൗതമിനോട് പോയി പറയാതെ നീ എന്റെ അടുത്ത് തന്നെ വന്ന് പറയുന്നുണ്ടെങ്കിൽ നീ എവിടെയോ ലോക്കായിരിക്കുകയാണെന്നാണ് അർത്ഥം. Am I right? അവളുടെ ഏട്ടന്റെ മനസ്സ് വിഷമിക്കാതിരിക്കാൻ വേണ്ടി നിങ്ങളെപ്പോലുള്ള വൃത്തികെട്ടവന് ഭാര്യയാകാനായിട്ട് അവള് തീരുമാനിച്ചിരിക്കുക. എന്നാ എന്നെ പോലെ തന്റേടെ ഉള്ളവള് സത്യങ്ങളൊക്കെ പറഞ്ഞാലോ എന്നോർത്ത് ഗൗതം ചേട്ടനോട് പറയാതിരിക്കാൻ വേണ്ടി എന്നെ കൊണ്ട് അവൾ സത്യം ചെയ്തിരിക്കുക. അയ്യോ, ഇത് ആദ്യമേ പറയേണ്ടതായിരുന്നു ശിവാനി. എന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും നീ മനസ്സിലാക്കിയെന്നോർത്ത് ഞാൻ എന്തുമാത്രം പേടിച്ചു എന്നറിയോ? എന്നാൽ നീ ഒരാൾക്ക് സത്യം ചെയ്തു കൊടുത്താൽ അത് തെറ്റിക്കില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഈ ദേവരാജിന്റെ ഭാര്യയായിട്ട് ആ ലക്ഷ്മി തീർച്ചയായും വന്നിരിക്കും. കല്യാണ ദിവസത്തിന്റെ അന്ന് മാത്രമേ കല്യാണ പെണ്ണായ അവളുടെ മുഖത്ത് സന്തോഷമുണ്ടാകൂ. അതിനുശേഷം ഞാൻ എൻ്റെ കൈ കൊണ്ട് അവളെ നശിപ്പിച്ചിരിക്കും. അതുകൊണ്ടാ ലക്ഷ്മിയെ നിങ്ങളെപ്പോലെ ഒരാൾ കല്യാണം കഴിക്കാൻ പാടില്ലെന്ന് ഞാൻ പറഞ്ഞത്. നീ പറഞ്ഞു കഴിഞ്ഞാ അത് നടക്കുമെന്നാണോ? 4-5 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ കല്യാണം എന്തായാലും നടക്കും. അതിനുശേഷം എന്റെ ഭാര്യയായി അവള് മാറിക്കഴിയും.
ലക്ഷ്മിയെ ആ സാക്ഷാൽ പരമശിവനെ പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ കൂടെയുള്ള ഗൗതമിന് എങ്ങനെ രക്ഷിക്കാൻ പറ്റുന്നത്? എന്റെ ഡയലോഗിന്റെ ഡെപ്ത് നിനക്ക് മനസ്സിലായി കാണുമല്ലോ. അയ്യോ അമ്മേ, ശിവാനി എന്റെ കയ്യിലൊഴിച്ച ചൂട് കോഫിയെക്കാളും അമ്മയുടെ കണ്ണീരാണ് എന്റെ മനസ്സിൽ മുറിവുണ്ടാക്കുന്നത്. കരയാതിരിക്കും. കരയില്ലേ അമ്മേ? ഞാൻ പറയുന്നൊന്ന് കേക്കമ്മേ, കരയില്ലേ? ഞാനല്ലേ പറയുന്നത്. നിന്റെ കയ്യിൽ കോഫി വീഴ്ത്തിയതുകൊണ്ട് എനിക്ക് ശിവാനിയുടെ ഒരു ദേഷ്യമില്ല മോനെ. നീ അവളെ ഒന്നും പറയാതെ ഇത്ര ക്ഷമയോടെ ഇരിക്കുന്നില്ലേ? നിന്റെ ഈ നന്മ കണ്ടിട്ടാടാ എനിക്ക് കണ്ണീര് വരുന്നത്. അമ്മേ, ശിവാനി എന്റെ അനിയത്തിയല്ലേ? വേറെ ആരെങ്കിലും അവളെ വഴക്ക് പറഞ്ഞാൽ പോലും എനിക്കത് സഹിക്കില്ലല്ലോ. അങ്ങനെയുള്ളപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യുമോ? എനിക്കൊന്നുമില്ല. അമ്മ എനിക്ക് ബർണോളിട്ട് തന്നല്ലോ സ്നേഹത്തോടെ. ഇപ്പൊ എന്ത് ആശ്വാസം ഉണ്ടെന്നറിയോ? അമ്മയുടെ മനസ്സ് പോലെ. കൂൾ കൂൾ, നല്ല തണുപ്പുണ്ടമ്മേ. ഇപ്പൊ സന്തോഷമായില്ലേ? ഇനിയിപ്പോ ജോലി ചെയ്തോളൂ. ശരി മോനെ. ഉറങ്ങുന്നതിന് മുമ്പ് പച്ചിലമരുന്ന് കൂടി ഇട്ട് തരാം. അപ്പൊ കുറച്ചുകൂടെ വേഗം ഭേദമാകും. ശരിയമ്മേ. ശിവാനി, എന്നെക്കാൾ കൂടുതൽ നിന്റെ ചേട്ടന് നിന്നോട് സ്നേഹം. നീ അത് കണ്ടില്ലേ? ഗൗതമിനോട് മാത്രം പറയാതിരിക്കാനുള്ള തീരുമാനത്തിലാണോ അതോ ഈ കാര്യം അമ്മയോടും പറയാതിരിക്കോ? പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ ഞാൻ എപ്പോഴേ പറഞ്ഞേനെ. വല്യമ്മയ്ക്ക് ആസ്മ എന്നൊരു രോഗം ഉള്ളതുകൊണ്ട് നിങ്ങളെക്കുറിച്ചുള്ള സത്യങ്ങൾ വല്യമ്മ അറിഞ്ഞ അവർക്ക് സഹിക്കാൻ പറ്റില്ലെന്ന് അറിയുന്നുള്ളൂണ്ടോ ഞാൻ മിണ്ടാത്തത്. എന്റെ പൊന്നു മോളെ ശിവാനി, എന്ത് സംഭവിച്ചാലും ശരി, ഇനി അമ്മയ്ക്ക് ആസ്മ ഒന്ന് ആ ശരീരത്തിൽ നിന്ന് ജീവൻ പോയാലും ലക്ഷ്മിയുടെ കഴുത്തില് ഞാൻ താലി കെട്ടുന്ന കാര്യത്തിൽ ഒരു മാറ്റവും ഇല്ല. എന്താന്ന് വെച്ചാൽ ഈ പ്രായത്തിൽ എനിക്ക് ആവശ്യമുള്ളതേ അമ്മയല്ല, നല്ല സുന്ദരിക്കുട്ടിയായ ലക്ഷ്മിയാണ്. ഇതിൽ നിന്ന് തന്നെ നിനക്ക് മനസ്സിലായി കാണും ഞാൻ അവളെ എന്തുമാത്രം സ്നേഹിക്കുന്നുവെന്ന്. എന്റെ ക്യാരക്ടർ മനസ്സിലാക്കിയ എല്ലാ പെൺകുട്ടികളും ഇങ്ങനെ തന്നെയാ പെരുമാറുന്നത്. ആണുങ്ങളെല്ലാം എന്നെ ഒന്നും ചെയ്യാൻ കഴിയാതെ കൈയും വീശി അങ്ങ് പോവും. ഓൾ ദ ബെസ്റ്റ് ശിവാനി.
ചേട്ടാ, എഴുതിയ കണക്ക് പിന്നെയും പിന്നെ എഴുതുന്നത് എന്തിനാ? ഇതിന് പകരം ശ്രീരാമജയ എഴുതിയ പുണ്യം കിട്ടും. ആ ഗോവിന്ദന്റെ പേരെഴുതി കഴിഞ്ഞാൽ ഏട്ടന് തിരുപ്പതി ഭഗവാന്റെ ദർശനവും ഉടനെ തന്നെ കിട്ടും. ഡാ, ഇത് ഈ വീട്ടിൽ നടക്കുന്ന ആദ്യത്തെ കല്യാണമാണ്. അതുകൊണ്ട് തന്നെ ഒരു കുറവും വരുത്താൻ പറ്റില്ല. എടാ, നമ്മളതിലുള്ള ഷാമിയാനയും ലൈറ്റുകളൊന്നും കൂടാതെ ടൗണിൽ നിന്ന് ഒരു 50 പെട്രോമാക്സ് ലൈറ്റ് കൂടെ വരുത്തിയേ പറ്റൂ. 50 പെട്രോമാക്സ് ലൈറ്റോ? അതിന് എത്ര രൂപയാവും അറിയോ ചേട്ടന്? ഒരു 10,000 ആവുമായിരിക്കും. ആന്താടാ, എനിക്കറിയത്തില്ലേ. ഒരു സൈഡിൽ 10-20 പേര്, അടുത്ത സൈഡിൽ ഒരു 10-20 പേര്. ഇവർ കളർ ഡ്രസ്സൊക്കെ ഇട്ട് പെട്രോമാക്സ് ലൈറ്റും പിടിച്ച് നിൽക്കുമ്പോൾ അതിൻ്റെ നടുവിൽ ദേവൻ ഒരു മഹാരാജാവിനെ പോലെയും ലക്ഷ്മി ഒരു മഹാറാണിയെപ്പോലെയും രണ്ടുപേരും കൈയൊക്കെ പരസ്പരം കോർത്തു പിടിച്ച് അങ്ങനെ നടന്നു വരുമ്പോൾ നാട്ടുകാരിത് കണ്ട് അതിശയിച്ച് നിന്ന് ഇതിനു മുമ്പ് ഇങ്ങനൊരു കല്യാണം ഈ നാട്ടിൽ നടന്നിട്ടേയില്ലെന്ന് അവരെല്ലാവരും പറയണം. ചേച്ചിയുടെ കല്യാണത്തെ പറ്റി നാട്ടുകാർ പറയുന്നൊക്കെ അവിടെ ഇരിക്കട്ടെ. എനിക്ക് സ്റ്റോറി കോമ്പറ്റീഷന് പറയാനായിട്ട് ഒരു കഥ വേണം. പറഞ്ഞതാ, അതിനെന്താ പറയാലോ, എഴുതിക്കോ. ചേട്ടാ, പെട്രോമാക്സ് ലൈറ്റ് വാങ്ങി അത് കത്തി നിൽക്കാൻ വേണ്ടിയിട്ട് എണ്ണ ഒഴിക്കുന്നതേ വലിയ കാര്യമാണ്. ആ സാഹചര്യത്തിൽ അത് കൊണ്ടുവരാൻ വേണ്ടി ഇനിയൊരു 50 ആൾക്കാരൊക്കെ വെക്കണമെന്ന് പറഞ്ഞാൽ എന്ത് വലിയ ചെലവാണെന്നറിയോ? അത് നമുക്ക് എത്ര വലിയ നഷ്ടമാണെന്ന് ചേട്ടനറിയോ? അനിയത്തിയുടെ കല്യാണം നടക്കണമെന്നുള്ള ഒരൊറ്റ ചിന്ത മാത്രമേ ചേട്ടനുള്ളൂ. ചേട്ടന്റെ കയ്യിൽ നിന്ന് എത്ര കാശ് പോകുമെന്ന് വല്ല ചിന്തയുണ്ടോ? നീ എന്തോന്നാടാ പറയുന്നത്? ഒരു ആർഭാടവുമില്ലാതെ വളരെ സിമ്പിളായിട്ട് ഈ കല്യാണം നടത്തിയ ദേവന്റെ കൂടെ ജോലി ചെയ്യുന്ന പോലീസുകാരൊക്കെ ദേവനെ കളിയാക്കിയാൽ എന്ത് ചെയ്യും? എടാ, ഒരു സബ് ഇൻസ്പെക്ടറുടെ നിലവാരത്തിൽ നിന്ന് നമുക്ക് അത്രയ്ക്ക് ആർഭാടം കാണിക്കാൻ പറ്റിയില്ലെന്ന് വരും. എന്നാലും നാട്ടുകാർക്ക് കളിയാക്കാനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കാൻ പാടില്ലല്ലോ. ചേട്ടന്റെ ആശയൊക്കെ കൊള്ളാം, പക്ഷെ ചേട്ടൻ എത്ര കഷ്ടപ്പെടുന്നുള്ളതിൽ എനിക്ക് ഉള്ളിൽ നല്ല പേടിയുണ്ട് ചേട്ടാ. ഡാ, ചിലവിന്റെ കാര്യമൊക്കെ നീ അങ്ങ് വിട്ടെ, ഞാൻ അതൊക്കെ നോക്കിയോളാം. വലിയൊരു സാമ്രാജ്യം ഉണ്ടായിരുന്നു, അതിനകത്തൊരു രാജ്യം ഉണ്ടായിരുന്നു. ആ രാജ്യത്തിലുണ്ടായിരുന്ന രാജാവിന് 7 മക്കളുണ്ടായിരുന്നത്രേ. നിർത്ത്. ആ ഉറങ്ങാനായിട്ട് വെറുതെ പറയുന്ന കഥയല്ല ഇവിടെ വേണ്ടത്. കുറച്ച് ലോജിക്കൊക്കെ വേണം. അങ്ങനെ എന്തെങ്കിലും കഥ അറിയാമെങ്കിൽ പറ, എഴുതാം. എനിക്ക് അറിയാവുന്ന കഥ ഇത് ഒരെണ്ണേ ഉള്ളൂ. പറഞ്ഞ കഥ എത്ര പ്രാവശ്യം പറയും ചേച്ചി? ചേച്ചിക്ക് ബോറടിക്കുന്നില്ലേ? എനിക്ക് അറിയാവുന്ന കഥയല്ലേ പറയാൻ പറ്റൂ. ദുർഗേ, നിനക്ക് വേണ്ടത് കഥയല്ലേ? ഇങ്ങ് വാ. ശരി. ശിവാനിക്ക് ഫോൺ ചെയ്യ്. അവള് കഥ പറയാൻ എക്സ്പേർട്ടാ. അതെ അതെ, അങ്ങനെ കഥയൊക്കെ പറഞ്ഞിട്ടല്ലേ ഇടയ്ക്കിടയ്ക്ക് വീട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നാട്ടുകൂട്ടത്തിലേക്ക് വിളിച്ചോണ്ട് പോകുന്നത്. ഏയ്, ചേട്ടൻ കേൾക്കരുത്. നീ ഫോൺ ചെയ്യ്. ശരി. കുത്തേറ്റ് കിടന്ന മൂന്തനങ്ങളിന്റെ കയ്യിൽ നിന്ന് കിട്ടിയതാ ഇത്. ഈ മർഡർ അറ്റംപ്റ്റിന്റെ പിന്നിൽ എന്തോ ചതിയുണ്ട്. നാലഞ്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ കല്യാണം എന്തായാലും നടക്കും. അതിനുശേഷം എൻ്റെ ഭാര്യയായി അവൾ മാറിക്കഴിയും. ഞാൻ ഗൗതം ചേട്ടനോട് എന്റെ ദുഷ്ടനായ ഏട്ടനെ കുറിച്ച് പറയാതിരിക്കാൻ വേണ്ടി ആ മരം മണ്ടി പെണ്ണ് ത്യാഗിയായ ലക്ഷ്മി എന്നെ കൊണ്ട് സത്യം ചെയ്യിപ്പിച്ച് എന്റെ വാ മൂടിയേക്കുവാ. ഈ കാര്യം ഇവിടെ വെച്ച് വിട്ടേക്ക്. പറയില്ലെന്ന് എന്റെ തല തൊട്ട് സത്യം ചെയ്യും. എന്നും പറഞ്ഞ് ഞാനൊന്നും മിണ്ടാതെ നടന്ന ആ പാവം ലക്ഷ്മിയുടെ ജീവിതം നശിച്ചു പോവുകയുള്ളൂ. എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ഈ കാര്യം നേരിട്ടല്ലെങ്കിലും മറ്റെന്തെങ്കിലും രീതിയില് ഗൗതം ചേട്ടന് ദേവേട്ടന്റെ ശരിക്കുള്ള മുഖം തുറന്ന് കാട്ടിയേ പറ്റൂ. എങ്ങനെ?
ഹലോ, ഞാനാ ചേച്ചി ദുർഗയെ സംസാരിക്കുന്നെ. ഞാൻ കരുതിയത് നിന്റെ ഏട്ടനാണെന്നോ? ഏട്ടനാണെങ്കിൽ ഏട്ടന്റെ ഫോണിൽ നിന്നല്ലേ വിളിക്കോളൂ. ഞാൻ എന്റെ ചേച്ചിയുടെ ഫോണിൽ നിന്നാ വിളിക്കുന്നത്. അത് വിട്, കാര്യം പറ. സ്റ്റോറി കോമ്പറ്റീഷന് വേണ്ടി ഒരു കഥ വേണമായിരുന്നു, പറഞ്ഞുതരാവോ? നിനക്ക് കഥ പറഞ്ഞു തരുന്ന മുത്തശ്ശിയായിട്ടാണോ എന്നെ കണ്ടേക്കുന്നേ? വെച്ചിട്ട് പൊടി. ചേച്ചി ഇപ്പൊ നല്ല മൂഡിലല്ലെന്ന് തോന്നുന്നു. എന്തിനാ എങ്ങനെ ദേഷ്യപ്പെടുന്നേ? ഏട്ടന്റെ കാര്യം ഞാൻ എങ്ങനെ അറിയിക്കും? അയ്യോ, സ്റ്റോറി കോമ്പറ്റീഷന് വേണ്ടി ഒരു കഥ വേണമായിരുന്നു, പറഞ്ഞുതരാവോ? അല്ല, ദുർഗയ്ക്ക് കഥ വേണമെന്നല്ലേ പറഞ്ഞേ? ഞാൻ പറയുന്ന കഥയില് ദേവരാജ് ചേട്ടന്റെ ക്യാരക്ടർ ഗൗതം ചേട്ടന് മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞ യെസ്, ഗുഡ് ഐഡിയ. ഇങ്ങോട്ട് തിരിച്ചു വിളിച്ചോ? ഹലോ ഹലോ, ദുർഗ, നിനക്ക് കഥ വേണമെന്നല്ലേ പറഞ്ഞേ? എല്ലാം ചേച്ചിയുടെ സൗകര്യത്തിലാണോ? ഇപ്പൊ അല്ലേ ദേഷ്യപ്പെട്ട് വെച്ചിട്ട് പോയത്? ഇപ്പൊ തിരിച്ചു വിളിച്ചിട്ട് കഥ പറഞ്ഞുതരാന്ന് പറയുവാണോ? സോറി മോളെ ദുർഗെ, നീ വിളിച്ചപ്പോ ഞാൻ വേറൊരു മൂഡിലായിരുന്നു, അതാ അന്നേരം സംസാരിച്ചേ. വേറൊന്നും വിചാരിക്കണ്ട. ഒരു നല്ല കഥ പറഞ്ഞു തരട്ടെ? എനിക്ക് ശരി, പറഞ്ഞോ. ഒരു രാജാവിന് 4 സഹോദരിമാരുണ്ടായിരുന്നു. ആ, എന്റെ ഏട്ടനെ പോലെ. ഏയ്, ഈ ലോകത്ത് നിന്റെ ഏട്ടനല്ലാതെ വേറെ ആർക്കും അനിയത്തിമാരുണ്ടാവാൻ പാടില്ലേ? വായ അടച്ചു വെച്ചിട്ട് എഴുത്. നീ ഇടയ്ക്കേറി സംസാരിച്ചാൽ എന്റെ കഥ മറന്നുപോകും. ആ രാജാവ് മൂത്ത സഹോദരിക്ക് ഒരു നല്ലൊരു കല്യാണം ആലോചിച്ചു. നല്ല സ്വഭാവമുള്ളവനും സുന്ദരനും എനിക്ക് നല്ലൊരു ഭർത്താവ് വരുന്നു എന്നോർത്ത് ആ സഹോദരി വളരെയധികം സന്തോഷിച്ചു. എന്നാ അവൻ പുറമേ കാണുന്ന രീതിയിൽ അത്ര നല്ലവനൊന്നും ആയിരുന്നില്ല, രാക്ഷസനായിരുന്നു. ആ കാര്യം അറിയാതെ ആ പാവൻ രാജാവ് എന്റെ സഹോദരി ഭാഗ്യമുള്ളവളാണെന്നും അവളെ കണ്ണിലെ കൃഷ്ണമണി പോലെ നോക്കുന്ന ഭർത്താവിനെ കിട്ടിയെന്ന് ഓർത്ത് ഒരുപാട് സന്തോഷത്തിലായിരുന്നു. എന്നാ ആ ഭാവി ഭർത്താവ് ഒരു രാക്ഷസനാണെന്ന് അറിഞ്ഞിട്ടും സ്വന്തം ഏട്ടൻ അറിയാതിരിക്കാൻ വേണ്ടി ആ സഹോദരി വേദനയെല്ലാം ഉള്ളിലൊതുക്കി കല്യാണത്തിന് തയ്യാറായി. അതെ ശ്രീദേവി, ഭക്ഷണം റെഡിയായി, ഏട്ടനെ കഴിക്കാൻ വരാൻ പറ. ശരി ചേച്ചി. ദുർഗെ, നീ കഥ എഴുതുന്ന നിർത്തിയാലേ നമുക്ക് ഒരുമിച്ചിരുന്ന് ആഹാരം കഴിക്കാം. ആ, ദാ വരാൻ ചേച്ചി, ഇപ്പൊ കഴിയും. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കിതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുമോ ചേട്ടാ? ചേട്ടാ, കൈ കഴുകിട്ട് വരൂ, ആഹാരം കഴിക്കാം. കല്യാണത്തിന്റെ ഭക്ഷണമൊക്കെ ദൈവത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കാം. ഇപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ ഭക്ഷണം അങ്ങോട്ട് കഴിക്കാം. വാ ഏട്ടാ. ശരി ശരി, വാ. നന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് കഥ വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ചേച്ചി. കഥയിൽ എന്തുമാത്രം ട്വിസ്റ്റ് ഉള്ളത്. ഒരു സീരിയലില് പോലും ഇത്രയും ട്വിസ്റ്റ് ഉണ്ടായിരിക്കില്ല. താങ്ക് യു. ആ സാരല്ല. കാറ്റടിച്ചാലും പറക്കാൻ പോകുന്നില്ല.
അയ്യോ, എങ്ങനെയൊക്കെയോ കഥ മുഴുവൻ ആ ദുർഗയെ കൊണ്ട് എഴുതിപ്പിച്ചു. ഗൗതം ചേട്ടൻ ആ കഥയൊന്ന് വായിച്ചാ മതിയായിരുന്നു. എല്ലാം ശരിയാവും. ആ പാപികളുടെ അഴിഞ്ഞാട്ടം ഗൗതം ചേട്ടൻ നിർത്തുമായിരുന്നു.